ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം. വ്യായാമത്തിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സ്ത്രീകളുടെ ജീവിതത്തിൽ പവർ ഓഫ് മൂവ്മെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ശരീര ചലനങ്ങളും നമ്മുടെ ശരീരത്തിൽ പല അത്ഭുതങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ വ്യായാമവും നമ്മുടെ മറ്റു ആകെയുള്ള ശരീര ചലനങ്ങളും വളരെ ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കുട്ടികളായിരിക്കുമ്പോൾ മുതൽ നമ്മൾ കടന്നു പോകുന്നത്. വളരെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ, അവർക്ക് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതെ, ഓരോ ജീവികളുടെയും ശരീരം ഒരു നിശ്ചിത അളവിൽ ചലിക്കാൻ സ്വാഭാവികമായും ഡിസൈൻ ചെയ്യപ്പെട്ടത് തന്നെയാണ്. നമുക്ക് സ്വയം പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് ഒരു വ്യായാമം, ഒരു കൃത്യമായ ശരീരചലനം എന്ന് പറയാം. പൊതുവേ നമ്മൾ സ്ത്രീകൾ എല്ലാ പണിയും കഴിഞ്ഞാണ് വ്യായാമത്തിനും ഭക്ഷണത്തിനും ഒക്കെ സമയം മാറ്റിവെക്കാറ്. ഒരിക്കലും തീരാത്ത പണികൾക്ക് ശേഷം നമുക്ക് വ്യായാമം പലപ്പോഴും എല്ലാ ദിവസവും നീട്ടിവെക്കേണ്ടതോ മാറ്റിവെക്കേണ്ടതായിട്ടോ വരാറുണ്ട്. പലപ്പോഴും എല്ലാവരും സമയം ലാഭിക്കുന്നത് തന്നെ വ്യായാമം വേണ്ടെന്ന് വെച്ചിട്ടാണ് അല്ലെ. കൃത്യമായ വ്യായാമം ആയുസ്സിൽ 7 വർഷം കൂടെ ലാഭിക്കാം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, കൃത്യമായ വ്യായാമം ചെയ്യുന്നവരിൽ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ ദിവസത്തിനനുസരിച്ച് വ്യായാമത്തിന് സമയം ഉണ്ടാക്കണം. തനിയെ ആ സമയം നമ്മുടെ മുന്നിലേക്ക് ഒരിക്കലും വരില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമുക്കറിയാം, ഏജിങ് അതായത് പ്രായമേറുക എന്നാൽ എന്താണ്? നമ്മുടെ പ്രധാനമായും ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ മാസ്, അതായത് പേശികളുടെ അളവ് കുറയുകയും ആ സ്ഥാനം കൊഴുപ്പ് അപഹരിക്കുകയും ചെയ്യും. അങ്ങനെ കൊഴുപ്പ് കൂടുന്നതും പേശികൾ കുറയുന്നതുമാണ് പ്രായമേറുമ്പോൾ ശരീരത്തിന് വരുന്ന ഒരു പ്രധാന മാറ്റം. നമ്മുടെ ചലനമില്ലായ്മയാണ് ഈ വയസ്സാവുന്നതിനെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണ് ഒരു കൃത്യമായ വ്യായാമം കൊണ്ട് നമ്മുടെ ഓരോരുത്തർക്കും ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ബെനിഫിറ്റ്സ്, മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം, നാം വളരെ ഹെൽത്തി ആയിട്ട് നമുക്കുള്ളിൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അത് നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിൽ, പെരുമാറ്റത്തിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ഒക്കെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഒരു മെഡിക്കൽ ലബോറട്ടറി ടെസ്റ്റിൻ്റെ ഒരു അളവിൽ പറയുകയാണെങ്കിൽ, സ്ഥിരമായ എക്സസൈസ് ചെയ്യുന്നവരിൽ റിയാക്റ്റീവ് പ്രോട്ടീൻ വളരെ കുറവായിരിക്കും. അതായത് ഒരു നീർക്കെട്ടിൻ്റെ, ഒരു ഇൻഫ്ലമേഷൻ്റെ ലക്ഷണം ശരീരത്തിൽ എപ്പോഴും കുറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഹാർട്ട് ഡിസീസിനും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലേക്കൊക്കെ നമ്മളുടെ ശരീരത്തെ കൊണ്ടുപോകുന്നത് ഈ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആണ്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ വ്യായാമം ചെയ്യുന്നവരിൽ കുറഞ്ഞിരിക്കും. ബെറ്റർ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പല ലെവലിൽ. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പനി, ചുമ എന്നിവ വരാതിരിക്കാനുള്ളൊരു കഴിവ് മാത്രമല്ല, നമ്മുടെ ഏത് ശരീരത്തിലുണ്ടാകുന്ന അപകടകരമായ മാറ്റങ്ങളെയും തടയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അതായത് ഈവൻ ക്യാൻസർ പോലെയുള്ള മാറ്റങ്ങൾ പോലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്ററായിട്ട് അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പോൾ ഒരു ആഴ്ചയിൽ 4 ദിവസമെങ്കിലും കൃത്യമായി വർക്കൗട്ട്, കൃത്യമായ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നവരിൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് 37% കുറവാണ് കാണപ്പെടുന്നതെന്നുള്ളതാണ്. ഒരു 2005 ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ എന്നതിൽ പ്രസിദ്ധീകരിച്ചതാണ് നാം നേരത്തെ പറഞ്ഞത്. 7 വർഷം ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു കൃത്യമായ വ്യായാമം ചെയ്യുന്നവരിൽ കൂടുന്നതായിട്ട് ആ പഠനത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ബ്ലഡ് വെസൽ, നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം വളരെ ഇംപ്രൂവ് ചെയ്യുന്നതും വ്യായാമത്തിൻ്റെ ഒരു മെച്ചമാണ്. അത് ബ്ലഡ് വെസലിൻ്റെ ഹെൽത്താണ് നമ്മുടെ പലപ്പോഴും ഹൃദയാഘാതം, സ്ട്രോക്ക് പോലെയുള്ള തളർച്ച പോലെയുള്ള എല്ലാ അസുഖങ്ങളെയും ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യമാണ്. അതുപോലെ അടുത്തത് മെൻ്റൽ എഫിഷ്യൻസി കൂട്ടുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിപ്രഷൻ, ആങ്സൈറ്റി, അനാവശ്യ ചിന്തകൾ, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. ഒരു സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് എസ്റ്റീം കൂടും. അതായത് നാം
നമ്മളായിരിക്കുന്നതിൽ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡായി സംതൃപ്തിയോടെ ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതും വ്യായാമം നമുക്ക് നൽകുന്ന ഒരു മെച്ചം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകാൻ വ്യായാമം സഹായിക്കും. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുക, നല്ല കൃത്യമായ ആർത്തവ വരിക എന്നുള്ളതെല്ലാം വ്യായാമത്തിൻ്റെ ഒരു അഡീഷണൽ മെച്ചങ്ങൾ തന്നെയാണ്. എക്സസൈസും മനസ്സും തമ്മിൽ കൃത്യമായ ബന്ധങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്വയം അവബോധം വർദ്ധിപ്പിക്കാൻ കൃത്യമായ ശരീരചലനങ്ങൾ അത്യാവശ്യമാണ്. വളരെ താളത്തിലും വളരെ ആവർത്തിച്ചും ചെയ്യുന്ന ചലനങ്ങൾ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഒക്കെ അതുപോലെ ക്രമത്തിലാക്കാനും നിയന്ത്രിക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് ബ്രെയിനിൽ പോലും ഒരു ആൽഫ വേവ്സിൻ്റെ വർധനവ് വ്യായാമം ചെയ്യുന്നവരിൽ കാണാൻ സാധിക്കും. ഒരു ആൽഫ സ്റ്റേറ്റ് ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖകരമായ ഒരവസ്ഥയാണ്. വലിയ അലച്ചിലുകളില്ലാതെ, വളരെ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള മനസ്സിൻ്റെ ഒരുപാട് താളക്രമങ്ങളില്ലാതെ വളരെ സുഖകരമായ ഒരു ബ്രെയിനിൻ്റെ അവസ്ഥ നിലനിർത്താൻ വ്യായാമം സഹായിക്കും. ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വ്യായാമമാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ നിർബന്ധിച്ചോ ഒന്നും ചെയ്യുന്നതല്ല. ഇഷ്ടത്തോടെ നമ്മുടെ ശരീരത്തിൽ വളരെ ഒരു വെൽബീയിങ്, വളരെ ഒരു സുഖകരമായ ഒരു അവസ്ഥ വ്യായാമത്തിന് ശേഷം ഉണ്ടാകും. അതുതന്നെയായിരിക്കണം നമുക്ക് പിന്നീടും ആ വ്യായാമം തുടരാനുള്ള ഒരു ഊർജ്ജമാവേണ്ടത്. അതുകൊണ്ട് ഏറ്റവും ആസ്വദിച്ച് ഏറ്റവും സുഖകരമായ ലെവലിൽ ചെയ്യുന്നത് തന്നെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയാം. യോഗ ഇതിന് വളരെ പ്രധാനപ്പെട്ട സ്ത്രീകൾക്ക് ഏത് പ്രായത്തിലും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സസൈസാണ് യോഗ. യോഗയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ചലനത്തോടൊപ്പം നമ്മുടെ ബ്രീത്തിങ്ങിനെ, ശ്വാസോച്ഛ്വാസത്തിനെയും താളത്തിലാക്കുന്ന തരത്തിലാണ് യോഗയുടെ എല്ലാ ചലനങ്ങളും വരുന്നത്. ശരീരത്തിലുണ്ടാകുന്ന ഓരോ ഫീലിങ്സിനെയും ഓരോ മാറ്റങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടാണ് യോഗയുടെ ഓരോ ആസനങ്ങളും മുന്നോട്ട് പോകാറ്. അതുകൊണ്ട് തന്നെ ശരീരത്തിനും മനസ്സിനും കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് എപ്പോഴും യോഗയിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായത്തിനനുസരിച്ച് കൃത്യമായി ചെയ്യാവുന്ന എക്സസൈസ് പാറ്റേൺസ്, ഡാൻസുകൾ, വർക്കൗട്ടുകൾ, യോഗ ഇതൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. എക്സസൈസ് അമിതമായാൽ, വ്യായാമം അമിതമായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പലപ്പോഴും പലതരം ഫീമെയിൽ അത്ലറ്റ്സിന് മെൻസ്ട്രുവൽ പ്രോബ്ലംസ്, നേരത്തെ മെൻസസ് നിൽക്കുക, അതുപോലെ ബോൺ ഡെൻസിറ്റി തീരെ കുറയുക, എല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് പലപ്പോഴും കൃത്യമായ ഭക്ഷണത്തിൻ്റെ സപ്പോർട്ടില്ലാതെ ഒരു ശരീരത്തിൻ്റെ പരിധിക്ക് താങ്ങാവുന്നതിലധികം എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അവരുടെ ശരീരത്തിൽ പലപ്പോഴും ഫാറ്റ് സ്റ്റോറേജ് വളരെ കുറവ് കാണപ്പെടുകയും ആ ഒരു ഫാറ്റിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ സ്ത്രീ ഹോർമോണുകൾ എപ്പോഴും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഫാറ്റ് സ്റ്റോറേജ് ശരീരത്തിൽ കുറയുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കുറയുകയും അതുകൊണ്ട് തന്നെ ഒരു ആർത്തവം വളരെ നേരത്തെ ഒരു ആർത്തവ ചക്രം നിൽക്കുന്നതായിട്ടും, അതുകൊണ്ട് തന്നെയാണ് ബോൺ ഡെൻസിറ്റി, ആ ഒരു ഈസ്ട്രോജൻ മെയിൻ്റനൻസ്, ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ കുറവ് കൊണ്ട് ബോൺ ഡെൻസിറ്റി നേരത്തെ തന്നെ വീക്കായി വരികയും ചെയ്യുന്നതൊക്കെ നമ്മൾ പലപ്പോഴും അത്ലറ്റ്സിൽ കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായ ഭക്ഷണവും കൃത്യമായ ശരീരത്തിന് ആവശ്യമുള്ള കലോറി മെയിൻറ്റെയിൻ ചെയ്തുള്ള ഭക്ഷണം ശീലിക്കുന്നതിലൂടെ ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ടും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ശരീരത്തിനും ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചുള്ള എക്സസൈസ് തിരഞ്ഞെടുത്ത് ശീലിച്ച് തുടങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് 6 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇഷ്ടപ്പെട്ട ഒരു എക്സസൈസ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുക. ആദ്യമേ തന്നെ അത് വളരെ ലളിതമായിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ചേർത്ത് നിർത്തി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. ഒരു മാസം നിർബന്ധമായും ആ എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അതായത് ഒരുമിച്ച് പലപ്പോഴും 1-2 പേരോ ഒരു ഗ്രൂപ്പായിട്ടോ എക്സസൈസ് ചെയ്യുന്നതിൽ വളരെ അതിൽ നിർത്തി പോരാനുള്ളൊരു പ്രവണത എപ്പോഴും കുറഞ്ഞു കാണാറുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് എക്സസൈസ് എപ്പോഴും സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വളരെ ഫലവത്താണ്. അതുപോലെ എപ്പോഴും എക്സസൈസിനോടൊപ്പം ബ്രീത്തിങ്ങും കൂടെ ശ്രദ്ധിക്കുക. നോസ് ബ്രീത്തിങ്, എപ്പോഴും ആ ഒരു ബ്രീത്തിങ്ങിനും കൂടെ ഒരു താളം വെച്ച് നമ്മൾ ആ എക്സസൈസിൻ്റെ കൂടെ ചെയ്യുവാൻ നമ്മൾ അതിൻ്റെ കൂടെ ശീലിക്കുക. പിന്നെ സ്ത്രീകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും 10 ദിവസം ചെയ്തിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല, ഇപ്പം ഞാൻ ഒരു മാസം എക്സസൈസ് ചെയ്തിട്ടും വയറ് കുറഞ്ഞില്ല, തടി കുറഞ്ഞില്ല, ഇങ്ങനെ ഓരോ ദിവസവും മാറ്റത്തെ മാത്രം നോക്കി എക്സസൈസ് ചെയ്യാതെ ഒരു 3 മാസം ഒരു കൃത്യമായ അളവിൽ ശരീരത്തിലെ മാറ്റങ്ങളെ ശ്രദ്ധിക്കാതെ കൃത്യമായി എക്സസൈസ് ചെയ്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്.
അതുപോലെ ഇഷ്ടപ്പെട്ട് ഒരു എൻജോയ് ചെയ്ത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതും. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് നമുക്ക് കുറച്ച് കാലത്തേക്ക് അത് ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള എനർജി, ഒരു ഉണർവൊക്കെ നമുക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ കരുത്തരാക്കാനും കൂടുതൽ കൃത്യമായി ട്യൂൺ ചെയ്യാനും നമ്മുടെ ജീവിതത്തെ ട്യൂൺ ചെയ്യാനും ഒക്കെയുള്ള ഒരു പേഴ്സണൽ ടൈം ആക്കി വർക്കൗട്ട് ടൈമിനെ, വ്യായാമ സമയത്തെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒന്നിനും വേണ്ടി വ്യായാമത്തിൻ്റെ സമയത്തെ ലാഭിക്കാതിരിക്കുക, ഏറ്റവും കൃത്യമായിട്ട് വ്യായാമം ചെയ്തു പോകുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും അവരുടെ ചുറ്റുപാടുള്ള എല്ലാ വ്യക്തികളുടെയും ആരോഗ്യം നിയന്ത്രിക്കുന്നതിലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് തന്നെയുണ്ട്. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.